ഇവിടെ ഫുള്ള് ചെളിയായി. ആ കുഴിച്ചിട്ട് ഈ പണി ഒന്ന് കഴിയാവോ? ആദ്യം നമ്മൾ വിറകെടുക്കല്ലേ പോണേ? കൊതുമ്പ് കിടക്കണോ? എവിടെ? ഇത് മതിയാ? അല്ല, ഇതുപോലെ പൊങ്കാല വൈകിട്ടിടാനേ പിന്നെ വിറകുണ്ടാന്ന് നോക്കാൻ വന്ന പോയാലേ. അമ്മ എന്ത് ഇവിടെ നിന്ന് എടുക്കണേ? വീട്ടിലുണ്ടല്ലോ. വീട്ടിലുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് കൊണ്ടുവരാൻ പാടാണ്. റോഡ് ക്രോസ് ചെയ്തേ എടുത്ത് വെച്ചിട്ട് പോയാ നല്ല ഇഷ്ടംപോലെ കിടക്കണം. ഇന്നലെ മുതലേ ഒരു ചുമ കിട്ടി. നനഞ്ഞതല്ലേ? നോക്കിയാണ് കേട്ടാ. അയ്യോ എനിക്ക് വരും. എന്തമ്മ ഫുൾ കുളമായി കിടക്കണ അമ്പലം? അന്ന് നട അടച്ചിട്ട് ഇപ്പോഴാണോ തുറക്കുന്നേ? അടുത്ത ദിവസം വന്ന് ക്ലീൻ ആക്കുമൊന്നുമില്ല? ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ടേ ഇല്ലല്ലോ ഫുള്ളും. ആ ആൻറ്റി ആരാ? ആ ആൻറ്റിയാണ് ഇവിടെ വിളക്കൊക്കെ തേച്ച് ഇവിടെയൊക്കെ തൂക്കൊക്കെ വരണം. അങ്ങനെ ഇട്ടേക്കാം. തൂത്ത് ഇറക്കുമ്പോഴേ അവർക്ക് വഴിയിലിട്ടിരുന്ന ഇന്ന് വേറെ പൊങ്കാലൊക്കെ കാണുമായിരിക്കും അല്ലേ? സാധാരണ അമ്മ നട തുറക്കുന്നതിൻ്റെ അന്ന് ഇട്ടിട്ടുണ്ടോ? അന്ന് തിരക്കുണ്ടായിരുന്നോ? എന്റെ പൊങ്കാല മാത്രമേ ഉള്ളായിരുന്നു. അപ്പോഴും പറയണേ ദേവിക്ക് ഒരു പൊങ്കാലെങ്കിലും ഇന്ന് ഇടാൻ ഒരാളെങ്കിലും ഉണ്ടായിരുന്നല്ലേ. എന്താ കഴിഞ്ഞ പ്രാവശ്യം അമ്മയ്ക്ക് ഇടാൻ പറ്റിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇപ്പൊ ഈ ഉത്സവത്തിനേ അല്ലല്ല, കഴിഞ്ഞ വർഷം നട തുറക്കുന്നതിൻ്റെ അന്നാ ഉത്സവത്തിനിട്ട് പൊങ്കാല ഇടന്നിട്ട്. പിന്നെ അമ്മ ഏത് കഥ പറഞ്ഞേ? അല്ല അമ്മ പിന്നെ ഏത് കഥ പറഞ്ഞത്? ഒരു പൊങ്കാലെങ്കിലും ഉണ്ടായിരുന്നല്ലോ എന്ന്. ഒരു പൊങ്കാല നട തുറക്കുന്ന ദിവസം കഴിഞ്ഞ പ്രാവശ്യം അമ്മ. ആ അങ്ങനെ. ആ അന്ന് ഞാനും അമ്മാമ്മയും കൂടെ വന്നിട്ടുണ്ട്. നിറയെ കട്ടുറുമ്പാണോ? അല്ലല്ല, വെറ്റ ഉറുമ്പ അല്ലേ, ചോനൻ. അപ്പൊ കുഴപ്പമില്ല. ഇവിടെ നിന്ന് അപ്പുറത്തെത്തിയ അപ്പൊ ഇവിടുത്തെ ആന്റിമാര് കൂടുതൽ വേണ്ടമ്മ. അവിടെ കൊറേ ചക്ക. അയ്യോ കൊറേ ഉണ്ട്. ആരും അടക്കത്തൊന്നുമില്ലേ? ഇതാരെങ്കിലും വിട്ടതായിരിക്കില്ലേ? കല്ലിൽ അങ്ങനെയൊന്നും ഇല്ലേ? അല്ല പൊങ്കാലയ്ക്ക് ഉപയോഗിക്കും പുതിയ കാലം. കല്ലിലൊന്നും അങ്ങനെ
അത് എന്താ എടുക്കാൻ പോകുന്നത്? അരി തൂക്കാൻ പറഞ്ഞായിരുന്നു. ഇത് 1/2 കിലോയാണ്. ഇത് വേണ്ട. അവരരി കൊണ്ടുവരുന്ന സമയം കൊണ്ട് ബാക്കി എടുക്കാം. നെയ്യ് എടുക്കാം. നെയ്യ് ഇവിടെ നെയ്യില്ല. നെയ്യ് എടുക്കാം. ഈ നെയ്യല്ല നല്ലത്. നെയ്യ് എടുക്കും. കാരണം വീട്ടിൽ ഇതിൻ്റെ വലുതല്ലേ ഇരിക്കണം. ഇത് മതി കുഞ്ഞ്. കൂടുതൽ നെയ്യ് ചെയ്യുമ്പോൾ ചെല്ലുന്തോറും ടേസ്റ്റ് കൂടുതലാണ്. ഇത് മതിയാവും. ഇനി എന്തോ പിന്നെ മുന്തിരി ഇതെടുക്കാം. അതിൽ ഏലക്കയുണ്ട്, എല്ലാം ഉണ്ട്. ഒരു വെറൈറ്റി ഇതിട്ടാണ്. അതിടൂല. അമ്മാമ്മ എൻ്റെ കൽക്കണ്ട് മേടിക്കാൻ പറഞ്ഞു എനിക്ക്. ഇതിപ്പോൾ എന്തായാലും കുറച്ചേ പ്രസാദത്തിന് കുറച്ച് ദേവിക്ക് പായസത്തിന് ഇട്ടിട്ട് മോള് അമ്മയുടെ ഇല ഇവിടെ സേഫ് ആയിട്ടുണ്ടമ്മ. ഇപ്പം എല്ലാം ആയ അരി, ശർക്കര, കർക്കണ്ട്, മുന്തിരി കണ്ടിട്ടുണ്ട്. സോഡാപ്പൊടി പായസത്തിനുള്ള പഴവും കൂടെ ആകുമ്പം തേങ്ങ മറക്കും. അതുകൂടെ എടുത്തു അവിടെയാണ് കൊടുക്കുക. അതാണ് തേങ്ങ മറക്കല്ലേ. മറക്കൂല. അമ്മ ഇവിടെ ഇരുന്ന ഒരു അരി എടുത്തില്ലേ? എടുത്തിട്ട് തിരിച്ചു വെച്ചില്ലേ? അത് ഞാൻ എടുത്തത് ഇങ്ങനെ നോക്കിയത്. അരയാണല്ലോ. അപ്പൊ ഇത് 400 അരയല്ല. 400 അരയിട്ട ആ കലത്തുനിന്ന് പൊങ്ങിപ്പോവും. അതിൽ അത്രയും കയറൂല. ഇനി എന്തോ എടുക്കണേ? ഈ കഴിഞ്ഞില്ല മാമ. മാവ് തന്നെ പറഞ്ഞത്. മാവ് സോഡാപ്പൊടി ഞാൻ മറന്നുപോയി എന്ന് പറഞ്ഞില്ലേ, അതെടുത്തു. പിന്നെ എന്തോ ഈ പപ്പടം വേണോ? എവിടെ അമ്മ പപ്പടം വേണോ? പപ്പടം വാങ്ങിച്ചിരുന്നല്ലോ ഇന്നലെ കടയിൽ നിന്ന് വാങ്ങിച്ചു. അവിടെ വെച്ചിട്ടുണ്ട്. എൻ്റെ കുട അതെ. അത് എന്തെങ്കിലും ഇങ്ങ് തരൂ. ഇല ഇങ്ങതോ നടക്കൂ. ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണീ നമോസ്തുതേ. ഓം സർവമംഗള. ഇവിടെ നോക്കുമ്പോൾ കാണാമല്ലോ. കഴിഞ്ഞില്ലേ അമ്മ? കഴിഞ്ഞു. കളിക്കാൻ വരില്ലേ? ഹലോ ഗായ്സ്, എനിക്കറിയത്തില്ല, നിങ്ങൾക്ക് എന്നെ പരിചയം കാണുമായിരിക്കും. ഇന്ന് ആക്ച്വലി ഞാനാണ് വ്ളോഗ് ചെയ്യുന്നത്. ശ്രീകുട്ടി കുറച്ച് ബിസിയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ വ്ളോഗ് ചെയ്യാം.
ശ്രീകുട്ടിക്ക് ഇന്ന് ഓർഡർ എടുക്കണം. അപ്പോൾ ഞാനാണ് ഇന്നത്തെ വ്ളോഗർ. മുഖത്ത് ഫുള്ള് കുരുവാണ്. നെവർ മൈൻഡ്, നമുക്ക് നമ്മുടെ പരിപാടി. അപ്പം നമ്മൾ ഇവിടുത്തെ ഓബൈ തമാരയിലാണ് എത്തിയിരിക്കുന്നത്. അറിയിക്കുകയാണ്. നന്ദി. താങ്ക് യു സോ മച്ച് സർ. കാരണം ഞങ്ങളുടെ കുറേ വർഷത്തെ റിലേഷൻഷിപ്പാണ് ഇന്നൊരു ദിവസത്തിൽ വന്ന് എത്തിയിരിക്കുന്നത്. അപ്പം എൻ്റെ പേരൻസും ആകാശിൻ്റെ പേരൻസും സിബ്ലിങ്സും എല്ലാം ഇതിന് ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എപ്പോഴും കൂടെ തന്നെ ഉണ്ടാവും. ഞങ്ങൾ തുടങ്ങിയിട്ട് കുറച്ച് വർഷമായി. അപ്പം തൊട്ട് ഒത്തിരി സ്റ്റേറ്റസിലൂടെ ഞങ്ങൾ കടന്നു പോയിട്ടുണ്ട്. അപ്പോഴെല്ലാം കൂടെ ഉണ്ടായിരുന്നു. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകും.